സോറി, ഐ എം റിയലി സോറി. ഡാഡി വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഡോക്ടറെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഓ സാരമില്ല, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ശരി, ഞാൻ വരട്ടെ. സുമാരുള്ള സാറേ, ഒന്നിങ്ങ് വന്നേ. എന്താടാ? ഒരു വിഷമം പറയാനുണ്ട്. എന്ത് വിഷമം? സൂപ്രണ്ട് സാറിന്റെ വീട്ടിലെ പണിക്ക് ഡോക്ടറെ മാത്രമേ കൊണ്ടുപോകുള്ളൂ? അയ്യോ, അങ്ങനൊന്നുമില്ല. ഞാനും ശരിക്കും ശിക്ഷ കിട്ടിയിട്ടാണ് ഈ ജയിലിലേക്ക് വന്നത്. എടാ നീയേ, നിനക്ക് വിശന്നാലുണ്ടല്ലോ സാറിന്റെ കുടുംബത്തെ പിടിച്ച് ഒന്നിച്ച് വിഴുങ്ങും. അതുകൊണ്ടാ കൊണ്ടുപോകാത്ത. എന്നെ പറ്റി അങ്ങനത്തെ ചീത്ത ചിന്താഗതിയൊന്നും സൂപ്രണ്ട് സാറിന് ഉണ്ടാവില്ല. ഒരു പക്ഷേ അങ്ങനത്തെ മോള് വല്ല പരദൂഷണം പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരു ജന്തുവാ. നിന്നെയൊക്കെ എങ്ങനെയാടാ വിശ്വസിച്ച് വീട്ടിൽ കയറ്റുന്നത്? എന്റെ പോക്കറ്റ് വരെ അടിച്ചവനല്ലടാ നീ. ഒരിക്കലും വിശ്വസിക്കുന്നവനെ ചതിക്കുന്നവനല്ല ഈ റപ്പായി. അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഒരു സ്ഥിരതാമസക്കാരനാകുമായിരുന്നില്ല. ചായ. ചൂട് പോകുന്നതിന് മുമ്പ് കഴിക്കേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ മാധവൻകുട്ടി, ഇവിടെ ഇത്രേ ഉള്ളൂ. ചായ കുടിക്കും. ഡോക്ടർ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ദയാഹർജി. എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല. ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് അപൂർവം ചിലർക്ക് കിട്ടുന്ന ഭാഗ്യം എനിക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്റെ മനസ്സ് പറയുന്നു ഡോക്ടറുടെ ദയാഹർജി സാങ്ഷൻ ആകുമെന്ന്. നിയമത്തിന്റെ കാരുണ്യം ഡോക്ടറെ തേടിയെത്തും. അതിരിക്കട്ടെ, ഡോക്ടറുടെ വീട്ടില് ആരൊക്കെയുണ്ട്? അമ്മ. മകൻ അരുതായ്മകളൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഒരമ്മ. പിന്നെ ഇളയ 2 സഹോദരിമാർ, സുനിത, സുധ. സംതൃപ്തിയുടെ ദിനങ്ങളായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് അവിവാഹിതനായ അമ്മാവനും കൂടെയുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സുനിത, സെക്കൻഡ് ഇയർ PDCക്ക് പഠിക്കുന്ന സുധ. കൊച്ചു കൊച്ചു വഴക്കുകളും ഒത്തിരി തമാശകളും നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ദിനങ്ങൾ. ഓഹോ, കൊച്ചമ്മമാരൊന്നും റെഡിയായില്ലേ ഇതുവരെ? എടി സുനിതേ. വരുന്നു കേട്ടാ. ഓ, എത്ര നേരമായിട്ട് ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. ഓരോരുത്തരുടെ സൗകര്യത്തിന് തുറക്കാനും പൂട്ടാനുള്ള അല്ല എന്റെ ഡിസ്പെൻസറി. ഓ, ഈ ആയുർവേദ ഡോക്ടർക്ക് MBBS ഡോക്ടറെക്കാളും വലിയ ഗമയാണല്ലേ അമ്മേ? MBBS അഡ്മിഷൻ കിട്ടാതിരുന്ന എന്റെ കുഴപ്പം കൊണ്ടാണോടി. ആയുർവേദം അത്ര മോശമൊന്നുമല്ല. മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കുടിക്കേ. മറ്റവളോടെ പോയി. എടി സുധേ. ഞാൻ റെഡി. അയ്യേ, എന്തും നാടിയത്. കഥകളിക്ക് ചുട്ടി കുത്തിയ പോലെ ഉണ്ടല്ലോ. തൂത്തള. ഇന്നെന്താ ഡിസ്പെൻസറി തുറക്കാൻ ഇന്ന് ഇത്ര തിടുക്കം? അറിയില്ലേ, ഇന്ന് ഗ്രൗണ്ടിൽ എന്താ നീ ഇപ്പൊ കളിക്കാൻ പോവാറുണ്ടോ? അല്ലമ്മേ, ടീം ക്യാപ്റ്റൻ ഗ്രൗണ്ടിലൊന്ന് വീണു. പുള്ളിക്കാരൻ ചികിത്സിക്കുന്നത് നമ്മുടെ ഡിസ്പെൻസറിയിലല്ലേ? അല്ലേ? അതെ അതെ. എന്നിട്ട് അയാൾക്ക് സുഖമായോ? പിന്നെ വളരെ സുഖമായിട്ട് വരുന്നു. ബസ് ചാർജ് വർധന നടപ്പാക്കും വകുപ്പ് മന്ത്രി. മന്ത്രി നടപ്പാക്ക് കിടപ്പാക്ക് എന്ത് വേണേലും ചെയ്യട്ടെ. അമ്മാവൻ ആദ്യം പിടിക്കുന്ന എന്തിനാ? നമുക്ക് കാറുണ്ട്, അതിൽ പോവാം. വാ. എങ്ങോട്ട്? നമ്മുടെ ഡിസ്പെൻസറി ഒന്ന് പെയിന്റ് ചെയ്യണം. പോകുന്ന വഴി അമ്മാവൻ ഇറങ്ങി ഏതെങ്കിലും ഒരു പണിക്കാരനെ തപ്പിയെടുക്കണം. അത് ശരി. ഭാഗരതി, ഒരു ഉടുപ്പും കൊടുത്ത്. നമുക്കേ ആ തൊളവായ ഭാസ്കരനെ വിളിക്കാം. അവനാണെങ്കിൽ 2 ദിവസം കൊണ്ട് പണി തീർക്കും. മിടുക്കനാ. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇറങ്ങ. ബൈ. ഓക്കെ, ബൈ ബൈ. വൈദ്യരെ, സോറി ഫോർ ദ ഡിലേ. ഓടി വായി നോക്കിയാൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ചെല്ല്. വായി നോക്കിയാണല്ലോ ചേട്ടൻ ഒരെണ്ണത്തിനെ വലയിലാക്കിയത്. വേഗം ചെല്ല്, കാത്തു നിൽക്കുന്നുണ്ടാവും. അതിനു വേണ്ടിട്ടാണല്ലോ തൊളവായം ഭാസ്കരനെ വിളിക്കാനെന്നും പറഞ്ഞ് അമ്മാവനെ വഴിയിലിറക്കി വിട്ടത്. നീ ആള് കൊള്ളാമല്ലോടി. നിനക്കിതെങ്ങനെ മനസ്സിലായി?
ഞാൻ ചേട്ടന്റെ അനിയത്തിയല്ലേ, എങ്ങനെ മനസ്സിലാകാതിരിക്കും? വിജി, ഓക്കെ ഓക്കെ ഓക്കെ, ചെല്ല് ചെല്ല്. ടയർഡായി മാധവേട്ടാ, ടു ടയർഡ്. ആഹാ, ഇന്റർനാഷണൽ താരത്തിന്റെ ക്ഷീണം മാറ്റാൻ ഞാൻ പോയി ഇത്തിരി ഗ്ലൂക്കോസ് കഴിക്കണമെന്നല്ലോ. ആയിക്കോട്ടെ, താങ്ക്സ്. ആഹാ, ഒറ്റ അലക്ക് വെച്ചെന്നുണ്ടല്ലോ. ഞാൻ കൊള്ളും. കൊള്ളണം, അതിനു വേണ്ടിയിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. ഓഹോ, അപ്പൊ തല്ലാനാണോ കല്യാണം കഴിക്കുന്നത്? സംശയം എന്താ കുട്ടി? ഇമ്മിണി പുളിക്കും. ചോദിക്കാനും പറയാനും ശോഭാമേനോന് ആളുണ്ടെന്ന കാര്യം മറക്കണ്ട. സംസാരിച്ചെന്ന് സമയം കളയണ്ട, വാ വണ്ടി കയറ്. മാധവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് 1-2 പ്രപ്പോസലുകൾ വന്നിരിക്കുക. വളരെ നല്ല കാര്യല്ലേ, നല്ലൊരെണ്ണം നോക്കി നടത്തി തരാൻ പറ. സീരിയസ് ആയിട്ടാ പറയുന്നത്. എടി പെണ്ണേ, ഞാൻ എസ് മൂളാതെ നിന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കെട്ടും നിനക്ക് തോന്നുന്നുണ്ടോ? രവീന്ദ്രന്റെയും സുനിതയുടെയും കല്യാണം നടക്കുന്ന അതേ പന്തലിൽ വെച്ച് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. പ്ലാനൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ പോരാ, എന്റെ അച്ഛനോട് ചെന്ന് വിവരം പറയണം. അതൊക്കെ പറയാന്ന്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു മർക്കടൻ മാർഗതടസ്സം നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. മർക്കടനോ? ഉം. അതാര്? നമ്മുടെ അമ്മാവൻ തന്നെ, 2 അടി പൊക്കത്തിൽ വാമനെ പോലെ, തനി ഒരു ഈച്ച മേനോൻ. കണ്ടാ തന്നെ അറിയാം, തലയിലോട്ട് മുടിയില്ല, കല്യാണവും കഴിച്ചിട്ടില്ല, മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതൊട്ട് സമ്മതിക്കൂല. മർക്കടൻ, തനി ഈച്ച മേനോൻ. മരുമകന്റെ വേളിപ്പെണ്ണിന് നാക്കിനെത്ര നീളം വേണം, മൂക്കിനെത്ര വണ്ണം വേണം എന്ന് തുടങ്ങി 100 കൂട്ടം ഡിമാൻഡ്. ഇതിനൊക്കെ പുറമെ 5 lakhs സ്ത്രീധനം. എത്ര എത്ര? 5 lakhs. ഒരു ഡൂക്കിലെ ആയുർവേദ വൈദ്യർക്ക് 5 ലക്ഷം രൂപ സ്ത്രീധനമോ? ഒത്തിരി കിട്ടും. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ രൂപ ഇങ്ങോട്ട് തരണം. രൂപ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, നീ വണ്ടി കയറ്. അത് പോട്ടെ, ആ മർക്കടൻ അമ്മാവനിപ്പോ എവിടെയുണ്ട്? അയാളെ വീട്ടിലെങ്ങാനും കാണുന്നത് വേറെ ആര് കേട്ടാൻ? ആരാടാ നിന്റെ മർക്കടൻ? നിനക്ക് മാർഗദർശനം ഉണ്ടാക്കുന്ന ഈ ചെമ്മേനോ ഞാനാണോ? പറയടാ. അല്ല അമ്മാവ, അത് ഞാൻ വേറെ അമ്മാവൻ, ഇന്ദുലേഖയുടെ ചന്തുമേനോൻ. ഇന്ദുലേഖയുടെ ചാട്ടിയടാ, പോടാ. വെറുതെ അല്ല പൊക്കം വയ്ക്കാത്തത്. എന്താടാ? നീരുള്ള ഭാഗത്ത് 3 നേരം പുരട്ടി ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. കൈ കളയാനെ പിന്നെന്തിനാ പോരട്ടനെ? അങ്ങോട്ട് പറയണത് കേട്ടാ മതി. വെറുതെ അല്ല ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടണത്. ഇനി അടി മേടിച്ച് ഇങ്ങോട്ട് വരണ്ട, പോയിക്കോ. വായില നാവ്. അടുത്ത ആള് വരൂ. മരുന്നെങ്ങാനും മാറിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാലേ ജയിലിൽ പോയേണ്ടി വരും. ഓ, ഡോക്ടറും കമ്പൗണ്ടറും വന്നില്ല എന്ന് വെച്ച് ഡിസ്പെൻസറി അടച്ചിടാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാന്ന് വെച്ചു. പിന്നെ ആയുർവേദ മരുന്നൊന്നും മാറിപ്പോയെന്ന് വെച്ച് ആരും ചത്തൊന്നും പോവില്ല. ഡോക്ടർ വന്നില്ലേ? വരാറായിട്ടുണ്ട്. അല്ല, ഞാൻ ഓർക്കുക, എന്തൊരു ചങ്കൂറ്റാ നിനക്ക്. ആ സുനിത കുഞ്ഞിനെ കേറി പ്രേമിച്ചിട്ട് മാധവൻകുട്ടിയുടെ മുമ്പിൽ വരാൻ ഒരു ചമ്മലും ഇല്ലേ? ദേ, പിന്നെ എല്ലാം പറഞ്ഞൊപ്പിച്ചത് ഞാനാ, അത് ഓർമ്മ വേണം. ആ, ഇരിക്കിരിക്കേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോ വന്നു? ഞാനൊരു 8:55 വന്നപ്പോ. രവീന്ദ്രൻ എപ്പോ വന്നു? ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ആ, രവീന്ദ്രൻ ഇരിക്കേ, ഞാൻ ഈ പേഷ്യൻസിനെ ഒന്ന് നോക്കട്ടെ. ചേട്ടാ, ഓരോരുത്തർ വിളിക്കേ.